കരപ്പുറം രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം വടക്ക് നിന്നും ആലപ്പുഴ മുഹമ്മയിലുള്ള ഈ പ്രദേശത്ത് വന്ന് കളരി സ്ഥാപിച്ചതാണ് ചീരപ്പഞ്ചിറ കളരിയിലെ ആദ്യ തലമുറ. ഞങ്ങള് വടക്കുന്ന് വന്നെന്നാ വെച്ചാൽ കരപ്പുറം ശക്തിപ്പെടുത്താനും ആൾക്കാരുണ്ടാക്കാനും വേണ്ടി വടക്കുന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഈ ചന്ദ്രഗിരി പുഴയോരത്ത് നിന്ന് 3 ചേട്ടനന്മാരെ കൊണ്ടുവന്നത്. ചീരൻ, അപ്പൻ, രപ്പൻ ഇങ്ങനെ 3 ചേട്ടനന്മാരെ കൊണ്ടുവന്നത്. അവരാണ് ഇവിടെ വന്ന് കളരി സ്ഥാപിച്ച് 101 കളരി സ്ഥാപിച്ചെന്ന് പറയണം. 101 കളരി സ്ഥാപിച്ച് പഠിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി സൈനികരെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നമുക്ക് ഈ 4 സൈഡിലെ സ്ഥലമുണ്ട്. ഇപ്പം അയ്യപ്പഞ്ചേരി, അതുപോലെ അർത്തുങ്കൽ, മണ്ണഞ്ചേരി, അങ്ങനെ ഈ നമ്മുടെ ഈ കരപ്പൻ ദേശത്തിൻ്റെ 4 സൈഡിലും നമുക്ക് കളരി ഉണ്ടായിരുന്നു. അതിൽ നമ്മളൊരു പ്രമുഖനായ അഭ്യാസിയായിരുന്നു വെളുത്ത. വടക്കൻ കളരി മുറകളാണ് ചീരപ്പഞ്ചിറ കളരിയിൽ അഭ്യസിപ്പിക്കുന്നത്. അക്കാലത്ത് പൂഴിയംഗത്തിൽ അഗ്രഗണ്യനായിരുന്നു ചീരപ്പഞ്ചിറയിലെ കളരി ഗുരുക്കൾ. ഇതറിഞ്ഞാണ് അയ്യപ്പൻ ഇവിടെ എത്തുന്നതും ഗുരുവിൽ നിന്നും അഭ്യാസമുറകൾ സ്വായത്തമാക്കുന്നതും. അയ്യപ്പൻ തിരിച്ചു വന്നപ്പം നമ്മൾ ഈ വടക്ക് കാസർഗോഡ് നിന്ന് വന്നാണ്ട് വർഷത്തിലൊരിക്കൽ കുടുംബക്ഷേത്രത്തിൽ പോയായിരുന്നു വീട്ടുകാരെല്ലാവരും. അങ്ങനെ അയ്യപ്പൻ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. അയ്യപ്പൻ വന്നെന്നുള്ളതിൻ്റെ ഒരു തെളിവിന് വേണ്ടി അയ്യപ്പൻ്റെ അരക്കച്ച അഴിച്ച് വാതിൽപ്പടി വെച്ച് വെച്ചാൽ ഗുരുവിന് വന്ദിക്കുന്നു. അയ്യപ്പൻ്റെ പൂഴിയംഗത്തിന് ഉപയോഗിക്കുന്ന വാള് തന്നെ വാതൊക്കെ വെച്ച് വെച്ചാൽ എനിക്ക് ആൾ സഹായം, ഈ ആയുധ സഹായം വേണം. അത് ഓരോ സിമ്പലാണ് ഓരോന്നിനും. അങ്ങനെ ആയുധ സഹായം വാങ്ങിച്ചിട്ട് വാള് വെച്ച്, പിന്നെ കയ്യറ വെച്ചപ്പം എനിക്ക് ആൾ സഹായം വേണം. അങ്ങനെ അത് 3 വെച്ചിട്ട് അയ്യപ്പൻ തിരിച്ചു പോയെന്നാണ് പറയുന്നത്. അനുഷ്ഠാനങ്ങളെല്ലാം പഴയ രീതികളാണ്. കൗളാചാരത്തിൻ്റെ അതിനുള്ള പഴയ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മൾ പിന്തുടർന്ന് പോകുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നമ്മൾ അധികം കണ്ടും കേട്ടും പരിചയമില്ലാത്ത ഒരു ക്ഷേത്ര സമ്പ്രദായമാണ് നാം ഈ കാണുന്നത്. മച്ചിൽ ഭഗവതി എന്നൊരു ആരാധനാ സമ്പ്രദായമാണിത്. നമുക്ക് മാളികപ്പുറത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. നമ്മുടെ മാളികപ്പുറത്ത് നമ്മൾ വടക്കുന്ന് വന്നതുകൊണ്ട് ഈ മച്ചിൽ ഭഗവതി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ഈ വടക്കോട്ടൊക്കെ മച്ചിൽ ഭഗവതി ഇല്ല, മച്ചിൽ ഭഗവതി വെച്ച് പൂജിക്കുന്ന ഒരു ആരാധന രീതിയുണ്ട്. അതിൻ്റെ ഒരു സങ്കല്പമായിട്ടാണ് നമ്മളിവിടെ മാളികപ്പുറം വെച്ച് പൂജിക്കുന്നത്.